കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ മാന്യ ശ്രോതാക്കൾക്ക് വന്ദനം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ എത്രയോ വിലയേറിയതാണ്. നമുക്ക് ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് സ്തോത്രം. തിരുവചനം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവവചനം തുറന്ന് തിരുവെഴുത്തുകളെ ശ്രദ്ധിച്ച് ഗ്രഹിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കരുതട്ടെ. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നതാണ് വീണ്ടും ജനനം. ദൈവത്തിൽ നിന്ന് ജനിക്കുക, അതാണ് വീണ്ടും ജനനം. മനുഷ്യനിൽ നിന്ന് ജനിച്ച മനുഷ്യനാണ് നാം. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു അനുഭവം ഈ ജീവിതത്തിൽ നമുക്കുണ്ട്. അതാണ് സുവിശേഷ പ്രസംഗത്തിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ആ വലിയ മാറ്റമാണ് ഇതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത്. ഇന്നിവിടെ വായിച്ചിരിക്കുന്ന വചനത്തിലേക്ക് നമ്മുടെ മനസ്സ് തിരിയട്ടെ. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് 4 സുവിശേഷകന്മാർ എഴുതി തന്നിട്ടുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചാണ് ഇദ്ദേഹം എഴുതി വരുന്നത്. ബേത്ലഹേമിൽ മറിയയുടെ മകനായി, മറിയയുടെയും ജോസഫിന്റെയും മകനായി ജനിച്ച യേശുവിനെ കുറിച്ച് ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മംഗളം, മനോരമ പത്രങ്ങളിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ ചില പുതിയ പരാമർശങ്ങൾ, ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ, വിവാദപരമായ വിഷയങ്ങൾ പോലും എഴുതിയിട്ടുണ്ടായിരുന്നു. പണ്ടൊരിക്കൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പരേതനായ ശ്രീ E.K. നയനാർ ഇങ്ങനെ ചോദിച്ചു, ഭഗവാന് പാറാവു വേണോ? യേശുവിനെ കുറിച്ച് വിമർശിച്ചും തരം താഴ്ത്തിയും ഒക്കെ എഴുതുന്ന എഴുത്തുകളോ കണ്ടുപിടുത്തങ്ങളോ കണ്ടാൽ ഞങ്ങൾ ആരും അത്ര പെട്ടെന്ന് പ്രതികരിക്കാറില്ല. അതെ, ഭഗവാന് പാറാവു വേണ്ട എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. യേശു ദൈവമാണെങ്കിൽ യേശുവിനെ അവഹേളിച്ച് സംസാരിച്ചാൽ അതിന് നടപടിയെടുക്കേണ്ടത് ഞാനല്ല, യേശു തന്നെയാണ്. അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഈ പാവപ്പെട്ട കുറച്ച് ശിഷ്യന്മാരല്ല, സാക്ഷാൽ ദൈവം തന്നെയാണ്. എന്നാൽ യേശു മനുഷ്യനെ കൊല്ലാൻ വന്ന ഒരുവനല്ലാത്തത് കൊണ്ട് പാവപ്പെട്ട ബുദ്ധിശൂന്യനായ മനുഷ്യൻ എന്തെങ്കിലും അബദ്ധം എഴുന്നള്ളിച്ചാൽ ഉടൻ തന്നെ നടപടി എടുക്കുന്നില്ല, എടുക്കുകയുമില്ല.
അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനും നിങ്ങളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതെ, കർത്താവായ യേശു സ്നേഹവാനായ ദൈവമായതുകൊണ്ടും അവൻ സ്നേഹം തന്നെ ആയതുകൊണ്ടും അവൻ അങ്ങനെ ചെയ്യുന്നില്ല. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ചൊക്കെ കാലഘട്ടങ്ങൾ വ്യത്യാസമുണ്ടെന്നും തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക നിലയിലുള്ള പല കണ്ടുപിടുത്തങ്ങളും പ്രസ്താവനകളുമൊക്കെ വാർത്താമാധ്യമങ്ങളിൽ വരാറുണ്ട്. എന്നാൽ ഇതെല്ലാം കാലങ്ങൾ കൊണ്ട് മാറിപ്പോകും. കാലങ്ങൾ കൊണ്ട് മാറാത്ത ദൈവവചനം, തിരുവചനം ഇവിടെ സ്ഥിരമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അല്പം പോലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. തിരുവചനത്തിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിപ്പാൻ ഇന്ന് നമുക്ക് കഴിയും. അതെ, വചനം ധ്യാനിക്കുവാൻ നമുക്ക് കഴിയും. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വരട്ടെ. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള യോഹന്നാൻ അപ്പോസ്തലന്റെ എഴുത്തുകൾ നോക്കുക. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യം നോക്കൂ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞാൻ വിവരിക്കാം. ആദിയിൽ ഉണ്ടായിരുന്നതും ദൈവത്തോട് കൂടെ ഇരുന്നതും ദൈവം ആയിരുന്നതുമായ വചനം ജഡമെടുത്തു, മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നതാണ് ശ്രീ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശുവിനൊരു ആരംഭമില്ല. എന്നാൽ അവൻ മനുഷ്യനായി അവതരിച്ച ഒരു കാലഘട്ടമാണ് ആളുകൾ ഈ രേഖപ്പെടുത്തുന്നതും പ്രസ്താവിക്കുന്നതും. ശ്രദ്ധിക്കൂ, ദൈവവചനം നന്നായി ശ്രദ്ധിക്കൂ. അങ്ങനെ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ നന്നായി എഴുതി വരികയാണ് യോഹന്നാൻ അപ്പോസ്തലൻ. എഴുതി വന്നിട്ട് ഇങ്ങനെ പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിക്കുവാൻ എന്ത് ചെയ്യണം? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു എന്നാണ് ഇപ്പോൾ ബൈബിളിൽ വായിച്ചത്. ഇത് സ്നാനത്തിലൂടെയോ, അതായത് മാമോദീസായിലൂടെയോ മറ്റേതെങ്കിലും ക്രിസ്തീയ കർമ്മത്തിലൂടെയോ അല്ല നടക്കുന്നത്, വിശ്വാസത്തിലൂടെയാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക, ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുക, ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുക, യേശുവിനെ നിങ്ങളുടെ കർത്താവായി അംഗീകരിക്കുക, യേശുവിനായി ജീവിക്കുക. യേശു ജീവിതത്തിന്റെ കേന്ദ്രമാകുക. ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഏതെങ്കിലും ഒരു കഷ്ടകാലത്ത് വിളിക്കാനുള്ള ഒരു വൈദ്യനായി യേശു നിൽക്കാതെ യേശു നിങ്ങളുടെ കേന്ദ്രമാകണം. ജീവിതത്തിന്റെ നിയന്ത്രണം യേശുവിന് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ദൈവമകനാകുന്നത്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നത്
ഈ ഒരു സമർപ്പണത്തിലൂടെയാണ്. ശ്രദ്ധിക്കാം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുക എന്ന വിശേഷമായ ഒരു അവകാശം ഇവിടെ ഉണ്ട്. പൊതുവെ പല തെറ്റിദ്ധാരണകളുണ്ട്. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അതിവിടെ തിരുത്തപ്പെടും. എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ല, എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ല എന്ന് ഈ വചനം പറയുന്നു. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവർ മാത്രം ദൈവത്തിന്റെ മക്കൾ ആകും എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവമാണ് എന്ന് വ്യക്തമാകും. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളിലൂടെ അതിനെ വിശദീകരിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അങ്ങനെ ചെയ്യുന്നവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നാണ് ജനിക്കുന്നത്. യേശുവിനെ കർത്താവായി അംഗീകരിക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. അവർ രക്തത്തിൽ നിന്നല്ല ജനിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? വിശദമാക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഭൂമിയിലെ ജനനങ്ങളൊക്കെ രക്തത്തിൽ നിന്നാണ്. രക്തം പരിശോധിച്ചാൽ ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്ന് തെളിയിക്കാം. എന്നാൽ ദൈവമക്കളാകുന്നത് രക്തബന്ധത്തിലൂടെ അല്ലെന്ന വചനം പറയുന്നു. നിങ്ങൾ പുസ്തകം പരിശോധിച്ച് നോക്കൂ, യോഹന്നാൻ 1:13. ഇവിടെ ഒരു സത്യം വെളിപ്പെടുന്നു. ക്രിസ്തീയ മാർഗം രക്തബന്ധത്തിലൂടെ വരുന്നതല്ല. തുറന്നു പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയല്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ അതിപ്രധാനപ്പെട്ട സത്യം വീണ്ടും പറയുന്നു. മറ്റു മതങ്ങളിലെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാണിത്. എല്ലാ മതങ്ങളിലും അംഗങ്ങളായവരുടെ മക്കൾ അംഗങ്ങളാണ്. എന്നാൽ ക്രിസ്തു മാർഗത്തിൽ അത് യേശു സമ്മതിക്കത്തില്ല, അത് അംഗീകരിക്കുകയുമില്ല. ക്രിസ്തു മാർഗത്തിൽ ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നത് വ്യക്തിപരമായി ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോഴാണ്. അതായത് ഞാൻ വിശദീകരിക്കാം. ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കളെ ഉള്ളൂ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാം. അവരുടെ മക്കളോ, അവരുടെ മക്കൾ ദൈവമക്കളുടെ മക്കളാണെന്നേ ഉള്ളൂ, ദൈവമക്കളല്ല. ദൈവമക്കളുടെ മക്കൾ ദൈവമക്കളാകുമോ? ഇല്ലെന്ന് ബൈബിൾ പറയുന്നു. പിന്നെ എന്താണ് ഇതിന് മാർഗം? അവന് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകുമ്പോൾ അവൻ സാത്താനെ ഉപേക്ഷിച്ച്, പാപവഴികളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. അങ്ങനെ ഏറ്റുപറച്ചിലൂടെയും അംഗീകാരണത്തിലൂടെയും തീരുമാനത്തിലൂടെയും അവന് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ മാത്രമേ അവൻ ദൈവമകനാകുന്നുള്ളൂ. ഇവിടെ നമുക്ക് ദുഃഖകരമായ ഒരു സത്യം നാം സമ്മതിക്കാൻ പോവുകയാണ്. ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയല്ല. അയ്യോ, അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണല്ലേ. അത് നമുക്ക് ദുഃഖകരമായൊരു സത്യമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളതല്ല. ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയല്ലേ? അല്ല. ക്രിസ്തു മതത്തിലെ അംഗമാകാൻ പറ്റും. ക്രിസ്ത്യാനിയാകണമെങ്കിൽ ക്രിസ്തുവുമായി ബന്ധം ഉണ്ടാകണം. ക്രിസ്ത്യാനിയുമായി ബന്ധമുണ്ടായാൽ പോരാ, ക്രിസ്തുവുമായി ബന്ധമുണ്ടാകണം. അപ്പൊ മറ്റു മതങ്ങളിൽ അംഗങ്ങളാകാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെ അങ്ങനെ മതത്തിലെ അംഗമാകുന്ന ഒരു മാർഗമല്ല. ക്രിസ്തുവുമായി നേരിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമേ ദൈവമക്കളാകാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ ആ പ്രശ്നം എങ്ങനെയാ പാസ്റ്ററെ ഒന്ന് വിശദമാക്കുന്നത് പറയാം. ഒരു ഡോക്ടറുടെ മകന്
ഡോക്ടറാകാൻ സാധ്യതയുണ്ട് അല്ലേ? ഉണ്ട്. കാരണം ഡോക്ടറുടെ മകനെ ഡോക്ടറാക്കാൻ ഡോക്ടർ ശ്രമിക്കും. ആ വിഷയത്തിൽ അറിവുണ്ട്, സാധ്യത കൂടുതലുണ്ട്. പക്ഷെ ആകണം എന്ന് നിർബന്ധമില്ല. ഡോക്ടറുടെ മകൻ ഡോക്ടറാകണമെന്ന് നിർബന്ധമില്ല. ഡോക്ടറുടെ മകൻ ഡോക്ടറാകാൻ സാധ്യത കൂടുതലുണ്ട്. ഒരു എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആകണമെന്ന് നിർബന്ധമില്ല, പക്ഷെ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ എന്താണ് മാർഗം? വിശദീകരിക്കാം. ക്രിസ്ത്യാനിയുടെ മകന് ക്രിസ്ത്യാനിയാകാൻ സാധ്യതയുണ്ട്. അതെ, എന്താ സാധ്യത? 1, ബൈബിളുണ്ട്. 2, വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. 3, ദൈവമക്കളുമായിട്ട് അടുപ്പമുണ്ട്. അപ്പൊ സാധ്യത കൂടുതലുണ്ട് ദൈവമക്കളാകാൻ, പക്ഷെ ആകണമെന്നില്ല. അപ്പൊ ഇവിടെ ഒരു വിഷയം വരുന്നു. ഇതൊരു സാമൂഹ്യ പദ്ധതിയല്ല, ഇതൊരു വ്യക്തിപരമായ വിഷയമാണ്. ദൈവമകനാകുക, വീണ്ടും ജനിക്കുക എന്നത് ഒരു പൊതുപരിപാടിയല്ല, വ്യക്തിപരമായ ഒരു കാര്യമാണ്. വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ജനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഇതുപോലെ നിങ്ങൾ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങളെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്കല്ല മാറ്റുന്നത്. ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് മറ്റൊരു വ്യവസ്ഥിതിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. നിങ്ങൾ വ്യക്തിപരമായി യേശുവുമായൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദൈവമക്കൾ ആകുന്നു. നിങ്ങൾ ദൈവമക്കളായി തീരുന്നു. ഇതൊരു സന്തോഷകരമായ വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് തന്നെ ചിന്തിക്കണം. അതിനെക്കുറിച്ച് ഇന്ന് തന്നെ ഗ്രഹിക്കണം. ദൈവവചനം വായിക്കണം. അതേ സത്യം ഗ്രഹിക്കണം. നിങ്ങൾക്ക് ദൈവമക്കളാകാൻ കഴിയും. നിങ്ങൾക്ക് ദൈവമക്കളാകാൻ കഴിയും. ഇന്ന് കഴിയും, ഇപ്പോൾ കഴിയും, ഇന്ന് മുതൽ അതിന് സാധിക്കും. അതിന് വചനത്തിലൂടെ നിങ്ങൾ വരണം. അതേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ട തിരുവചനങ്ങളെ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കൂ. ദൈവമക്കളാകുക എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിലൂടെ സംഭവിക്കുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ അത് രക്തത്തിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രക്തബന്ധത്തിലൂടെ ഈ മാർഗം ആകുന്നില്ല. അനേകർ ധരിച്ചു വെച്ചിരിക്കുന്നത് പാരമ്പര്യമായി ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, പാരമ്പര്യമായി ഞങ്ങൾ ദൈവമക്കളാണ്. ഈ ധാരണ ദയവായി തിരുത്താൻ ശ്രമിക്കുക. ബൈബിളിൽ അങ്ങനെയൊരു വ്യവസ്ഥയില്ല. ബൈബിളിലെ വ്യവസ്ഥയാണ് ഞാൻ നിങ്ങളോട് വിനയമായി വിശദീകരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിലെ അംഗമായിരിക്കാം, അതിന് തെറ്റില്ല. പക്ഷെ നിങ്ങൾ ദൈവമകൾ ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഞാൻ ദൈവമകനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിയുന്ന ഒരു മാർഗത്തിലേക്കാണ് നമ്മളിപ്പോൾ മുന്നേറുന്നത്. യേശു എൻ്റെ കർത്താവാണെന്നും യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റുപറയുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവമക്കൾ എന്ന പദവി ലഭിക്കുകയാണ്. അതെ, ദൈവമക്കൾ എന്ന പദവി ലഭിക്കുകയാണ്. അത് മറ്റു മാർഗത്തിലൂടെ സാധ്യമല്ല. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. അതായത് മതപരമായ, ഭൗതികമായ, ജഡീകമായ കർമാനുഷ്ഠാനങ്ങളാൽ ദൈവമക്കളാകാൻ കഴിയുകയില്ല. ആരെയും കുറ്റം പറയുന്നില്ല. ഏതെങ്കിലും ചില വിശേഷ സ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ ഏതെങ്കിലും വിശുദ്ധന്റെ കബറിടം സന്ദർശിച്ചതുകൊണ്ടോ നാം ദൈവമക്കൾ ആകുകയില്ല. ദൈവമക്കൾ ആകണമെങ്കിൽ യേശു കർത്താവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം. വഞ്ചിക്കപ്പെടരുതേ, തെറ്റിദ്ധാരണ തിരുത്തണം.
ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു മരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ദൈവഭക്തന്റെ മരണം കഴിഞ്ഞ് ശവമടക്കിയിരിക്കുന്ന സ്ഥലത്ത് കാൽനടയായി പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമായി ബന്ധമുണ്ടാകും എന്ന് ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ അത് വചനവിരുദ്ധമാണെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസോ പത്രോസ്, തോമസ് തുടങ്ങിയുള്ള വിശുദ്ധന്മാരോ ഈ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ ഓർമ്മ കൊണ്ടാടുകയോ അവരെ ഓർക്കുകയോ ചെയ്യുന്നത് ക്ഷമിക്കാം. പക്ഷേ അതിലൂടെ ഒരു ദൈവീക അനുഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്നെങ്കിൽ വിലപ്പെട്ട അനുഗ്രഹങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. അത് വചന വിരുദ്ധമാണ്. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടാക്കുവാൻ ഈ വിധ കർമ്മങ്ങൾ അനുവദനീയമല്ല. അത് ദൈവ വ്യവസ്ഥയുമല്ല. കൂടാതെ കർമ്മങ്ങൾ ചെയ്യുക, യാഗങ്ങൾ അർപ്പിക്കുക, നേർച്ച കാഴ്ചകൾ കൊടുക്കുക, ഇതിലൂടെയും ദൈവത്തോടടുക്കാൻ കഴിയുമെന്ന ചിന്തയും അപകടമാണ്, വചനവിരുദ്ധമാണ്. ജഡത്തിന്റെ കർമ്മങ്ങളാൽ ദൈവമക്കളാകുവാൻ കഴിയുകയില്ലെന്ന് വചനം വ്യക്തമാക്കുന്നു. വിവിധ കർമ്മങ്ങൾ വിവിധ മതങ്ങളിലുണ്ട്. ആരെയും ഇവിടെ വിമർശിക്കുകയില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുകയില്ല. ഞാൻ എന്റെ സന്ദേശം ഉപസംഹാരത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ശ്രദ്ധിക്കുക, ജഡീക കർമ്മമാർഗത്താലും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ജനിക്കാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെ കഴിയും? അതെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ലളിതമായ ഈ വിഷയം ഒരിക്കൽ കൂടെ ഞാൻ വിവരിക്കുന്നു. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവേഷത്തിൽ ഈ മണ്ണിൽ ജീവിച്ച് മനുഷ്യന്റെ മുഴുവനും പാപം തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ടി, മനുഷ്യന് പകരമായി ക്രൂശിൽ അവൻ പ്രായശ്ചിത്തയാഗമായി മരിച്ചു. അതിനേക്കാൾ വലിയൊരു സംഭവം ബൈബിളിൽ ഇല്ല. ക്രിസ്തുവിന് വേണ്ടി അനേകർ മരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇന്ത്യയിൽ വന്ന തോമസ് ലീഹ പോലും ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരാണ്. പക്ഷെ നമുക്ക് അബദ്ധം പറ്റരുത്. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വന്ന ആ ഭക്തന്റെ പേര് പറഞ്ഞതുകൊണ്ടോ ആ ഭക്തന്റെ പേരിൽ ഒരു ദേവാലയം പണിതുകൊണ്ടോ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ദൈവമകനാകാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വിശുദ്ധന്മാരുണ്ട്. അവരുടെ ആരുടെയും പേരിലല്ല നമുക്ക് പാപമോചനം ഇരിക്കുന്നത്, അനുഗ്രഹം ഇരിക്കുന്നത്. ദൈവം അങ്ങനെ അനുവദിക്കുകയില്ല. സ്വർഗം വിട്ട് ഈ താണലോകത്തിൽ വന്ന നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി മരിച്ച യേശു ക്രിസ്തുവിനെ മാത്രം നിങ്ങളുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ദൈവമകനായി തീരുന്നു. ഇതാണ് വീണ്ടും ജനനത്തിനുള്ള മാർഗം. ക്രിസ്തു മരിച്ചു എന്ന് മാത്രമല്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ ഇപ്പോൾ
പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ മറ്റൊരു മധ്യസ്ഥനെയോ മറ്റൊരു വിശുദ്ധനെയോ നമുക്ക് വിളിക്കുവാൻ അനുവാദമില്ല, ആരെയും സമീപിക്കുവാൻ അനുവാദമില്ല. യേശു മാത്രം മധ്യസ്ഥൻ, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം പാപ പരിഹാര യാഗമായി മരിച്ചവൻ. അവനെ മാത്രം വിശ്വസിച്ച്, അവനെ മാത്രം രക്ഷകനായി സ്വീകരിച്ച്, അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവമക്കളായിത്തീരുന്നു. ഇതാണ് സുവിശേഷം. ഈ സത്യം വിശ്വസിച്ച് അംഗീകരിപ്പാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ. തുടർന്നുള്ള നാളുകൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിനെ സാക്ഷിക്കുക, ക്രിസ്തുവിനെ ആരാധിക്കുക. അതെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിനെ സാക്ഷിക്കുക, ക്രിസ്തുവിനെ ആരാധിക്കുക. ഇതാണ് ദൈവമക്കളുടെ കടമ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. സ്വർഗസ്ഥ പിതാവേ, തിരുവചനത്തിലെ വീണ്ടും ജനനം എന്ന വിഷയം ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ തുടർച്ചയായി തന്ന അവസരങ്ങൾക്ക് നന്ദി. തിരുവെഴുത്തിലെ ഈ വിലപ്പെട്ട സത്യം ഗ്രഹിച്ച് ദൈവമക്കളായി തീർന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ, ക്രിസ്തുവിനെ ആരാധിക്കുവാൻ നിന്റെ മക്കൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വിഷയങ്ങളെക്കുറിച്ച് സംശയങ്ങളോ പ്രാർത്ഥന അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഈ വിലാസത്തിൽ എഴുതുക. പാസ്റ്റർ ബാബു ചെറിയാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 6, പിറവം. ടെലിഫോൺ നമ്പർ 0485 224 35 15. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.